നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ബഹിരാകാശ നിലയത്തിന്റെ മാതൃക തയ്യാറാണ് എന്ന് ISRO മേധാവി ഡോക്ടർ എസ് സോമനാഥ് പറഞ്ഞു. നിലവിലെ റോക്കറ്റ് ഉപയോഗിച്ച് വിക്ഷേപിക്കാൻ കഴിയുന്ന ആദ്യത്തെ സ്റ്റേഷനാണിതെന്നും എന്നാൽ അത് പിന്നീട് വിപുലീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ ബഹിരാകാശ നിലയത്തിന്റെ ഡിസൈൻ തയ്യാറാണ്. അതെന്റെ മേശയിലുണ്ട്. മുഴുവൻ ഡിസൈൻ പ്രോട്ടോകോളും ഉണ്ട്. നമ്മുടെ നിലവിലെ റോക്കറ്റ് ഉപയോഗിച്ച് വിക്ഷേപിക്കാൻ കഴിയുന്ന ആദ്യത്തെ സ്റ്റേഷനായി അത് മാറുന്നത് കാണാൻ മനോഹരമാണ്. എന്നാൽ അത് പര്യാപ്തമല്ല. നമുക്കത് വലുതാക്കേണ്ടതുണ്ട്. അതിനാൽ ഒരു പുതിയ റോക്കറ്റ് ആവശ്യമാണ്. കൂടാതെ ഒരു വലിയ ബഹിരാകാശ നിലയ മൊഡ്യൂൾ ആവശ്യമാണ്. അതിനാൽ ഞങ്ങൾ മൊഡ്യൂളിനെ 5 യൂണിറ്റുകളായി വിഭജിച്ചു. ആദ്യത്തെ 2 നിലവിലെ റോക്കറ്റ് LVM-3 വിക്ഷേപിക്കും. അടുത്ത 3 പുതിയ റോക്കറ്റ് LG-LV വിക്ഷേപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ചന്ദ്രയാൻ 4ന്റെ പ്രധാന ലക്ഷ്യമായ ചന്ദ്രയാൻ സാമ്പിൾ റിട്ടേൺ മിഷൻ ടീം പ്രാരംഭ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി വിശദമായ എഞ്ചിനീയറിംഗ് ജോലികൾ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഗഗൻയാൻ ദൗത്യം പിഴവുകളില്ലാതെ നിർവഹിക്കുന്നതിനായി മറ്റേതൊരു വിക്ഷേപണത്തെക്കാളും കൂടുതൽ പരീക്ഷണങ്ങളാണ് ISRO നടത്തുന്നതെന്നും ഡോക്ടർ സോമനാഥ് പറഞ്ഞു. ഗഗൻയാൻ ദീർഘവും ദുഷ്കരവുമായ ഒരു യാത്രയാണ്. ഓരോ ദിവസവും ഞങ്ങൾ മാനേജീരിയൽ ടാസ്കുകളും സാങ്കേതിക നിർവഹണ ജോലികളും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി.